ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനൊരു ഓൺ വോയിസിലൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയായിരുന്നു. ഇപ്പോഴും അതിനൊരു കുറവൊക്കെ ഉണ്ട്. ഇനി വീഡിയോസൊക്കെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ അധികം മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആൻഡ് പെട്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് ഒരു നീറ്റ് ആസ്പിരൻ്റ് ആയിട്ടാവും അല്ലേ? ഇപ്പോൾ ഞാനൊരു നീറ്റ് ആസ്പിരൻ്റ് അല്ല. ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. ആക്ച്വലി ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ട് ഇത് പറയാൻ തന്നെ ഞാൻ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അങ്ങനെ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതി. എൻ്റെ ലിസ്റ്റിൽ തന്നെ ഇല്ലാത്തൊരു കോഴ്സ് ഞാൻ ചൂസ് ചെയ്തു. തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. ആ കോളേജോ ആ കോഴ്സോ അതൊന്നും തന്നെ എൻ്റെ ലിസ്റ്റിലില്ലായിരുന്നു. പിന്നെ ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കോഴ്സും പഠിക്കുന്ന കോളേജും എഴുതിയ എൻട്രൻസ് എക്സാമും ഒക്കെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു BOT ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അറ്റ് നിപ്മറ്റ് ചെന്നൈ. ഈ ഒരു കോഴ്സിനെ കുറിച്ചോ കോളേജിനെ കുറിച്ചോ ഈ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചോ അറിയാത്തവരായിരിക്കും പലരും. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ പഠിക്കുന്ന കോഴ്സ് ബാച്ചുലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയാണ്. പഠിക്കുന്ന കോളേജ് നിപ്മറ്റ് ചെന്നൈ, ഒരു സെൻട്രൽ ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴേ നിലവിലുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ സംഭവിച്ചു, അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ. ഇനി ബാക്കി ഞാൻ വീഡിയോസിലൊക്കെ ബാക്കി കോളേജ് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എനിക്ക് റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം. അപ്പോൾ ബൈ.